മേപ്പാടി സെന്റ് ജോസഫ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കണ്ണീരൊഴിയുന്നില്ല. നോക്കി നിൽക്കെ കൺമുൻപിലൂടെയാണ് പ്രിയപ്പെട്ടവർ മരണത്തിനും ജീവിതത്തിനുമിടയിലെ പാച്ചിലിൽ ഒലിച്ചുപോയത്. ആ ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന മനുഷ്യർക്ക് ഇപ്പോഴും ആ നീറുന്ന ഓർമ്മകൾ മറക്കാൻ കഴിയുന്നതല്ല. കിട്ടിയോ ഇങ്ങനെ ചോദിക്കുന്നത് കാട്ടിക്കൊണ്ട് ആൾക്കാരൊക്കെ കാട്ടിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഇന്നലെ നേരത്തെ കുട്ടി ഞാൻ കാട്ടില്ല അമ്മ അറിഞ്ഞിട്ടില്ല. വയനാട് ഉരുൾപൊട്ടലിലെ ഞെട്ടിപ്പിക്കുന്ന അതിജീവനം നടത്തിയ ഇവർക്ക് ഇനി ഈ ക്യാമ്പാണ് ആശ്രയം. ഇതിനോടകം തന്നെ മരണസംഖ്യ 172 കടന്നിട്ടും ഇനിയും എന്തു പറ്റിയെന്നോ എവിടെയെന്നോ അറിയാൻ കഴിയാതെ ഉള്ളുനീറുന്നവരും ഇവിടെയുണ്ട്. എന്റെ മരുമകള് പോയി. എന്റെ മരുമകള് പേരക്കുട്ടീനെ അച്ഛനും അമ്മയൊക്കെ പോയി. ഞാൻ ആ വീട്ടിൽ നിൽക്കാൻ പറ്റും. ഞാൻ എന്റെ പണി സ്ഥലത്തായിരുന്നു. വാർത്ത കണ്ടത് ഒരു രക്ഷയില്ലാതെ ഞങ്ങൾ. ദുരന്തത്തിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പാടുപെടുന്ന പലരും കയ്യിൽ ഒന്നും എടുക്കാൻ പോലും കഴിയാതെയാണ് വീടുപേക്ഷിച്ച് ജീവനു വേണ്ടി ഓടിയത്. അതേസമയം അട്ടമല, മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ക്യാമ്പുകളിൽ അഭയം തേടുന്നവരിൽ ഏറെയും. സ്കൂളുകൾ, പള്ളികൾ, അങ്കണവാടികൾ എന്നിങ്ങനെ ലഭ്യമായ മറ്റിടങ്ങളിലും 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി വയനാട്ടിൽ തുറന്നിട്ടുണ്ട്.